കലാശ്രീകളെ, കൊല്ലം കോവളം പ്രസാദം സംഘം അവതരിപ്പിക്കുന്ന നാടകം ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തട്ടെ. ദൈവത്തെ ഓർത്ത് എന്റെ പേര് പറയുന്നു. നാടകത്തിൽ അങ്ങനെ എന്നെ പരിചയപ്പെടുത്തട്ടെ. പൊന്നടിയാ ഇനി പേര് പറഞ്ഞു വീട്ടിൽ വന്ന് ഇടിക്കോ അവര്. വേണ്ട വേണ്ട. രചന നാരായണൻകുട്ടി വരുന്നുണ്ടോ? ആര്? സിനിമയുടെ രചന നാരായണൻകുട്ടി. അതല്ല, രചന നാരായണൻകുട്ടി. എങ്ങനെ ഞാൻ വിട്ടു പറയാം. കഥ ഭദ്രൻ. സാറിന്റെ കയ്യിൽ നിന്ന് മോട്ടിച്ചത്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, നാട്ടുകാരെ അറിയിക്കണോ? ഓക്കെ. അതെ അതെ, എനിക്കൊരു കാര്യം പറയാം. വേണ്ട, ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പ്രിയ സദസ്, വേദിയിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ വെളിച്ച സംവിധാനങ്ങളും സ്റ്റേജിന്റെ പുറകിലെ ഇടവഴിയിലേക്ക് തിരിച്ചു വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതെന്തിന്? അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്തോടാൻ നിർത്ത് കൂട്ടിയിടിക്കത്തില്ലേ? ബുദ്ധിമാൻ. ഒരു കാര്യം പറയണ്ട. ഒരു കാര്യം പറയണ്ട. എവിടെന്നാടാ പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. അന്നെ നമ്മുടെ നാടകം കളിക്കുന്നില്ലേ? അതല്ലെന്ത് ഈ വരുന്ന 2025 ജൂൺ മാസം ആദ്യവാരം മുതൽ LED 4K വാളിന്റെയും ഞങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ബുള്ളറ്റ് പ്രൂഫ് കർട്ടന്റെയും അകമ്പടിയോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ജീവിതം ഒന്നേ ഉള്ളൂ. അതൊക്കെ ഇവിടെ പറയണ എന്തിനാടാ? നാട്ടുകാർ മനസ്സിലാക്കട്ടെ നമ്മുടെ ഈ വേവലാതി. പ്രിയ കലാശ്രീകളെ, കൊല്ലം കോവളം പ്രസാദം സംഘവും അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം. എന്റെ നിക്കറ് കാണാനല്ലോ. എന്റെ നിക്കറ് കാണാനില്ല. സ്ഫടികം അഥവാ ബബ്ബബ്ബ. പരുമലച്ചരുവിലെ പടിപ്പുര വീട്ടിൽ 18 പട്ട തെങ്ങു വച്ചു. കണ്ണീർ കൂടത്തിൽ കാരണവർ മോഹത്തിൻ തണ്ണീർ ദേവി വെള്ളമൊഴിച്ചു. പരുമലച്ചരുവിലെ പടിപ്പുര എന്ന് ബപ്പ പേടിക്കാതെ ഡയലോഗ് പറയടാ. ഡയലോഗ് പറഞ്ഞുകൊണ്ടല്ലേ ഞാനിവിടെ നിന്ന് ബബ്ബ പേടിക്കുന്നത്. അവസാനം നാടൻ നിന്നിട്ട് കൈ നീട്ടി ശമ്പളം വയ്ക്കാൻ വരുമ്പോഴേ ഞാനും ബപ്പ പേടിക്കും. തോമസ് ചാക്കോ, ഒരു വൃത്തികെട്ടവൻ സ്വന്തം അപ്പന്റെ കൈവിട്ടി. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. ആ ഓട്ടക്കാലണക്ക് പകരം ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ 10-18 തെങ്ങ്. 10-18 അല്ല, 18 പട്ട തെങ്ങ്. ഓരേ തെങ്ങിൻ കുട്ട ടുട്ടുടുട്ടു. മിസ്റ്റർ തെങ്ങിന്റെ അച്ഛാ. ആരാ മനസ്സിലായില്ല? ഞാൻ. ഈ മാത്രമേ വന്നുള്ളൂ. ഡയലോഗും കൂടെ പറ. എന്റെ പേരെ തോന്നടാ. കുട്ടിക്കട ഞാൻ നിങ്ങളുടെ മോൻ ആട് തോമ ഇടിച്ച് പൊട്ടക്കടത്തിട്ട SI കുറ്റിക്കാടൻ. എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? അത് പറ. മിസ്റ്റർ ചക്കോമാഷ്, എന്താ? നിങ്ങളുടെ മുടിയനായ പുത്രൻ ആട് തോമ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? എന്റെ കുഞ്ഞു പെങ്ങളെ അവന് കെട്ടിച്ചു കൊടുക്കുമെന്ന്. നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നടത്തിയാലും അളിയാ. എന്തായാലും വന്നതല്ലേ, പിടിക്ക. മാഷിന് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടോ ഞാൻ കരുതിയില്ല. എന്താ? ഒരു SI ആയി എനിക്ക് ഒരു തോക്കിന്റെ കുറവുകൂടെ ഉണ്ടായിരുന്നു. അത് തോക്കല്ല, കറുത്ത വാല. വറുത്ത കാല. പക്ഷേ വന്ന സമയത്ത് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരുന്നു. എന്താ? 24 മണിക്കൂറും കടുവ കടുവ എന്ന് വിളിച്ചിരുന്ന ഒരു മൈന ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാഷി, അതെവിടെ? കുഞ്ഞുനാള് മുതൽ ഞാൻ എന്റെ കൈ വെള്ളയിലിട്ട് വളർത്തി വലുതാക്കി എന്റെ മൈന. മാഷേ, വീട്ടിലൊരു പിച്ചക്കാരൻ വന്നാലും ആരുടെ മുമ്പിൽ വെച്ച് എന്നെ കടുവ കടുവ എന്ന് വിളിച്ച് കളിയാക്കുന്ന എന്റെ മൈന. പക്ഷേ ഞാൻ പാലും പഴവും കൊടുത്തു വളർത്തി എന്റെ മൈന ഇന്നില്ല. മാഷേ, എന്നിട്ട് ആ മൈന എവിടെ പോയി മാഷേ? ആ മെനകെട്ട മൈനയാണ് നീ ഇപ്പൊ കടിച്ചു പറിക്കുന്നത്. മൈനേ, മാഷേ, എത്രയെന്ന് പറഞ്ഞാ കടുവ കടുവ എന്നുള്ള വിളി കേൾക്കുന്നത്? എന്തായാലും വന്ന കാര്യം പറയാം. ആദ്യമേ അടിക്കേണ്ട ഒരു പഞ്ച് സംഭവമായിരുന്നു. പറയട്ടെ? വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറ. അല്പസമയം
ഇടവേള. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയണം. പിന്നെ നിന്റെ നാക്ക് താങ്ങുപോത്തിന് എമ്മാതിരി ചോദ്യമാണ് ചോദിക്കുന്നത്. ഇടവേള ഇല്ല. ഇടവേള ഇനിമേൽ വരാതിരിക്കാൻ ആ, ഇമ്മാതിരി ഓണസ്റ്റ് ചോദ്യം ചോദിക്കരുത്. ചമ്മി അല്ലേ? ചെറുതായിട്ട്. എന്താ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം അത് പറ. മാഷേ, ആ, കുഞ്ഞുനാൾ തൊട്ടേ എന്റെ പൊന്നുമാഷ് എന്നോട് പറയാമായിരുന്നു, എന്താണ്? ആടുതോമയെ പിടിച്ചു തരാം, ആടുതോമയെ പിടിച്ചു തരാന്ന്. എന്നിട്ട് എന്റെ പൊന്നുമാഷ് ഇന്നേ വരെ ആടുതോമയെ പിടിച്ച് തന്നില്ല. അതിനുള്ള എല്ലാ സെറ്റപ്പും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. എന്താ മാഷേ ആ സെറ്റപ്പ്? എന്താ മാഷേ ഇത്? ദിൽക്ക് സ്മിതയുടെ ഡമ്മി. മാഷെ എന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ വേറൊന്നും വിളിപ്പിക്കരുത്. അതെന്താ? മോനൊരുത്തനുള്ളവൻ സിൽക്ക് സ്മിതയുടെ പിറകെ, തന്തയായ നിങ്ങൾ സിൽക്കിന്റെ മമ്മിയുടെ പിറകെ. അമ്മിയല്ല, അത് ഡമ്മിയാണത്. ഇല്ല മാഷേ, അത് ഡമ്മിയാ. അല്ല മാഷേ, അത് ഡമ്മിയാ. അല്ല മാഷേ, അത് ഡമ്മിയാ. അല്ല മാഷേ, വിമാന സമവാക്യം അത് ഡമ്മി മാഷേ. ഞാൻ തോമ, ആടു തോമ, കുട്ടനാടിന്റെ ചന്തയില് ചോര കുട്ടിക്കും. അതാണ് എന്റെ ജീവൻ. മിസ്റ്റർ തോമസ് ചാക്കോ, കുട്ടനാടിന്റെ ചങ്കിലെ ചോരയിലേ കുടിക്കേണ്ടത്. ചങ്കിലെ ചോര എടുക്കുവാനായി ഞാൻ ചെന്നപ്പോ എന്നപ്പോ ആട് പുറംതിരിഞ്ഞ് നിൽക്കുവായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ ചന്തിയിലെ ചോര എന്നെടുത്ത് മിസ്റ്റർ കുറ്റിക്കടൻ, ചോര ചങ്കിലെ ആയാലും ചന്തയിലെ ആയാലും ഒരുപോലെയല്ലേ? തോമസ് ചാക്കോ, അതിനെന്തിനാണ് ഈ ഫ്ലാസ്ക് കൊണ്ടുവന്നത്? പിന്നെ ചുടുചോര ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? ചൂടുചോര കുടിക്കണമെങ്കിൽ ഫ്ലാസ്ക് വേണം. ഫ്ലാസ്ക്. അപ്പാ, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. അളിയാ, ഞാൻ വേറെ കേസ് കേട്ടോ. അളിയനോ? അപ്പാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നീ ഇങ്ങനെ ഒരു മകനില്ല. നിനക്ക് പകരം ഞാൻ വെച്ചതാണ് ഈ 18-ാം പട്ട തെങ്ങ്. ഇനി ഇതാണ് എന്റെ മകൻ. വീട്ടുമുറ്റത്തെന്താ കുറ്റിക്കാട്? ഇവിടെ മിറ്റം തൂക്കാൻ ആരുമില്ല, അതാണ് വീട്ടുമുറ്റത്ത് കുറ്റിക്കാട്. അതല്ലെന്ന് എസ് ഐ കുറ്റിക്കാടിനെന്താ തോമയുടെ വീട്ടുമുറ്റത്തെ കാര്യം? കള്ളനും തെമ്മാടിയും കൊലപാതകമായ തോമസ് ചാക്കോയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. തോമാച്ചേ, തോമയ്ക്ക് ആരുമില്ല. കൊട്ടേഷനും ഗുണ്ടാപ്പിരിവുമാണ് ആകെയുള്ള വരുമാനമേ. അപ്പോൾ ആ കൊട്ടേഷൻ പിരിവിന്റെ പൈസ വാങ്ങുന്ന QR കോഡായിരിക്കും ഈ മുട്ടയിലടിച്ചു വെച്ചേക്കുന്നത്. QR കോഡല്ല. കുഞ്ഞുനാളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന വെള്ളിമൂക എന്നെ ഉപ്പുകല്ലിൽ നിർത്തിയതാണ്. മാഷേ, എന്താ മാഷേ ഞാൻ കേൾക്കുന്നേ? പിന്നെ ഇത്രയും കണ്ണൻ തിരിവ് കാണിക്കുന്നവനെ ഞാൻ ഉപ്പ് കല്ലി നിർത്താതെ അലക്ക് കല്ലി ഇരുത്തി കുളിപ്പിക്കുന്നു. എനിക്കിനി ഇങ്ങനെ ഒരു മോനില്ല. ചാക്കോ മാഷ് നിന്റപ്പനല്ല, ഇനി മുതൽ നിന്റപ്പനാ. അപ്പൊ എന്റെ വീട്ടിലിരിക്കുന്ന അപ്പുറം എന്ത് ചെയ്യും മാഷേ? OLX-ലിട്ട് വിക്കടാ. എടാ കണ്ടൽക്കാടേ, കണ്ടൽക്കാടാ, പിന്നെ അന്തിക്കാടേ. അന്തിക്കാടാ. എന്റെ പേരെന്തുവാ? ചമ്പൻ. അതും പറഞ്ഞ കുറ്റിക്കാടൻ. ഇനി മുതൽ നീ കുറ്റിക്കാടനല്ല, പിന്നെ നീ പൂന്തോട്ടം. മാഷേ, അപ്പാ, എന്നെ അങ്ങനെ വിളിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വക മെനകെട്ട പരിപാടി എന്നോട് കാണിക്കരുത്. ഞാൻ നിന്നോട് എന്ത് കാണിച്ചെന്നാ പറയുന്നേ? അമ്മയും മോളെയും വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് എന്റെ ചവിട്ടി തിരുമകാരിയെ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നു. സമ്മതിക്കില്ല. അതേടാ അമ്മിയാ. എമ്മിയല്ല. അതേടാ അമ്മിയാ. എമ്മിയല്ല. അമ്മിയാ. എമ്മിയല്ല. A+B the whole square is equal to എമ്മി തന്നെ എന്റെ പൊന്നോ.